മിണ്ടി പോകരുത്. നീ ഇറങ്ങി പോടാ അവിടുന്ന്. അപ്പനെ തല്ലിയതിന്റെ പ്രതികാരത്തിന് ഇറങ്ങിയിരിക്കാൻ എന്റെ പൊന്നാര മോൻ. എടാ, ഈ കൊച്ചാരാണെന്നറിയോ? ആ ഉണ്ണിത്തന്റെ മകളാപ്പവള്. ഈ കൊച്ച് നമ്മുടെ മേനോൻ സാറിന്റെ മോളാടാ. ഈ ഹോട്ടൽ ഇപ്പോഴും മേനോൻ സാറിന്റെ. കുറെ ചെറ്റകൾ നമ്മുടെ നേരെ പോക്കിരിത്തരം കാണിച്ചു വെച്ച് നമ്മൾ ഇവരോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയ ആ നഷ്ടം ഈ ചെറ്റകൾക്കല്ല, ആ പാവം മേനോൻ സാറിന്. ഏതോ ചതിയിൽപ്പെട്ട് സിംഗപ്പൂർ ജയിലിൽ കഴിയുന്ന മേനോൻ സാറിനെ അവിടെ നിന്ന് രക്ഷിക്കാൻ കോടികൾ വേണമെന്ന്. അതിനു വേണ്ടി ഈ ഹോട്ടൽ വിൽക്കാൻ വന്നത് ഈ കൊച്ച്. നീ ഒറ്റൊരുത്തം കാരണം ഈ ഹോട്ടൽ വിൽക്കാൻ പറ്റാത്തതെന്ന് ഈ കൊച്ചു പറയണേ. നമ്മൾ കാരണം ആ നല്ല മനുഷ്യൻ ജയിലിൽ കിടന്ന് നരയിക്കുക. ഇനിയും നിന്റെ തെമ്മാടിത്തരം നിർത്തിയില്ലെങ്കിൽ കർത്താവ് പൊറുക്കില്ലടാ, പൊറുക്കില്ല. എന്റെ അപ്പനെ തല്ലിയാൽ എനിക്ക് സങ്കട, എപ്പ തല്ലിയാലും സങ്കട. പക്ഷെ ഇപ്പൊ സങ്കടം തോന്നണില്ല. അറിയാതെയാണെങ്കിലും അത്രയും വലിയ തെറ്റാ ഞാൻ ചെയ്തത്. മേനോ സാറിന്റെ മകളാണെന്ന് എനിക്ക് അറിയാലായിരുന്നു. എന്നോട് ക്ഷമിക്കണം. ഇനി എന്റെ ശല്യം ഉണ്ടാകില്ല. ബാറ് നിർത്തി കുഞ്ഞുമോൻ പോയി. ഇനി ഹോട്ടൽ വിൽക്കാൻ എളുപ്പമായിരിക്കും. ആ ലക്ഷ്മി അതിനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞെന്നാ കേട്ടോ. हेलो, मैं गावन जोसेफ हमारे होटल के रिसेप्शन से बोल रहा हूँ. प्लीज प्लीज कम. ആരാ? गावन जोसेफ. അയാൾ എവിടെന്നാ വിളിച്ചത്? ഇവിടെ താഴെന്നാ. ഓ, ഇവനെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? ഈ ഹോട്ടലിന്റെ പാതി ഷെയർ എടുക്കാമെന്നുള്ള എഗ്രിമെന്റില് അവൻ മേനോൻ സാറിനെ ജയിലാക്കിയത്. അവൻ ഇവിടെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. വിട്ടിത്തം പറയല്ലേ. അവൻ ഈ ലോകത്ത് എല്ലാ സ്ഥലവും ഒരുപോലെയാ. ഫ്രഞ്ചും ചൈനീസും ഉൾപ്പെടെ 20ഓളം ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ക്രിമിനലാണ് അവൻ. ഹലോ ഗാവൻജി. ഹായ്. വെൽക്കം. താങ്ക് യു. റിയലി ഐ മിസ് യു സോ മച്ച് മാൻ. ഐ മിസ് യു ടു. ഹോപ്പ് യു ഫൈൻ. വെൽ, എവിടെയായിരുന്നു ഇത്രയും നാൾ? पेरिस, मलेशिया, हांगकांग, and yesterday I was at Dubai. तो हमने जैसा जैसा सोचा था वैसा हो गया ना? നോ, ഒന്നും വിചാരിച്ച പോലെ നടന്നില്ല. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായി. പ്രതീക്ഷിക്കാത്ത നേരത്ത് ആ മേനന്റെ മകൾ ലക്ഷ്മി ലാൻഡ് ചെയ്തു. അതുകൊണ്ട് ഈ ഹോട്ടൽ വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. तो क्यों ना उसको खत्म कर दो? അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ എടോ, ഇദ്ദേഹത്തിന് ആ VIP റൂമിന്റെ കീ കൊടുക്കണം. വേണ്ടതെല്ലാം അറേഞ്ച് ചെയ്യണം. ഗവൻജി, നിങ്ങളെ കണ്ടാൽ ലക്ഷ്മി മേനോനെ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് തൽക്കാലം റൂമിൽ നിന്ന് പുറത്തിറങ്ങണ്ട. Okay. Yeah, I know that. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഞങ്ങൾ ഈ ഹോട്ടലിന്റെ പവർ ഓഫ് അറ്റോർണി നേടിയെടുത്ത്. അതിനിടയിൽ എപ്പോഴോ സഹായിച്ചു എന്നും പറഞ്ഞു ഒരുത്തൻ ഹോട്ടലിന്റെ ഷെയറും ചോദിച്ചുകൊണ്ട് വന്നിരിക്കുക. 10 പൈസ ഞങ്ങൾ കൊടുക്കില്ല. காவன் ஜோசப் வர்சஸ் லக்ஷ்மி மேனன். நான் ஒரு ஐடியா சொல்லட்டுமா? இது வந்து போலீஸ் ஐடியா. ரிசல்ட் கரெக்டா இருந்தா 2 ஃபைலையும் க்ளோஸ் பண்ணலாம். എന്താ മോളെ? ഒന്നുമില്ല. அந்த பொண்ணு எனக்கு தெரியும். அந்த பொண்ணுக்கு உங்களுக்கு என்ன சம்பந்தம்? അതാണ് ഞാനിപ്പോ പറഞ്ഞ ലക്ഷ്മി മേനൻ. എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. എന്റെ കൊച്ചെ, നീ ഈ ശ്രീധരൻ ഉണ്ണിത്താനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. ഞാൻ അറിഞ്ഞിടത്തോളം മേനോൻ സാറിന് ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ ബുദ്ധിമോശ അയാളെ പിടിച്ച് മാനേജരാക്കി. എടാ കുഞ്ഞുമോനെ, നമ്മുടെ മേനോൻ സാറ് ഏതാണ്ട് ജയിലിലായ സമയത്താ ശ്രീധരൻ ഉണ്ണിത്താൻ ഹോട്ടലിൽ അയാള് മേടിച്ചു എന്ന് പറഞ്ഞ് എന്റെ തട്ടുകട ഒഴിയാൻ പറഞ്ഞത്. നീ എന്താ ഒന്നും മിണ്ടാത്തെ?
ഇപ്പോഴാണ് ശരിയായത്. ഇപ്പഴാ ശരിയായത്. ഞാൻ ഇത് കുറഞ്ഞ ഇപ്പൊ ആ ഹോട്ടലിന്റെ പവർ ഓഫ് അറ്റോർണി അയാളുടെ കയ്യില. അയാൾക്കത് വിൽക്കാനോ ആരുടെങ്കിലും പേർക്ക് മാറ്റി എഴുതാനോ കഴിയും. എങ്കിൽ പിന്നെ സമയം കളയാണ്ട് ആ പണ്ടാരം വേഗം തിരിച്ചു വാങ്ങിക്കാൻ നോക്ക്. പിന്നെ അപ്പനങ്ങാടി ചെന്നാ മതി, അയാളത്തെ കയ്യിലായിട്ട് തരും. പിന്നെ എന്താ ചെയ്യാ? അതുപോലെ ക്യാൻസലും ചെയ്യാനുള്ള പണി നോക്കാണ്ട്. എനിക്കാകെ പേടി തോന്നുന്നു. എനിക്ക് വേറെ ആരുമില്ല, എന്നെ സഹായിക്കണം. അതെന്തൊരു ചോദ്യ കുട്ടി. മോൾക്ക് എന്ത് സഹായത്തിന് എന്താ ഇവനുണ്ട്. നോക്കി നിൽക്കാണ്ട് കൂടെ ചെല്ലടാ. വാ, ആദ്യം എങ്ങോട്ടാണ് പോണ്ടത്? ആദ്യം രജിസ്റ്റർ ഓഫീസിലേക്ക്. പവർ ഓഫ് അറ്റോർണി കൊടുത്തയാൾക്ക് മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പറ്റൂ. അതിന് ഫസ്റ്റ് പാർട്ടി ഇവിടെ വരേണ്ടി വരും. അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടി സെക്കൻഡ് പാർട്ടിക്ക് നോട്ടീസ് അയക്കുകയോ അതിന്റെ കോപ്പി എംബസി വഴി രജിസ്ട്രാറായ എന്റെ പേരിൽ രജിസ്റ്റർഡായി അയച്ചിരിക്കുകയോ വേണം. സർ, ഫസ്റ്റ് പാർട്ടി എന്റെ അച്ഛനാ. ഹീസ് റിമാൻഡഡ് ഇൻ സിംഗപ്പൂർ ജയിൽ. ഗവൺമെന്റിൽ നിന്നും പെർമിഷൻ കിട്ടാതെ അച്ഛന് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല. വേറെ വഴിയൊന്നും ഇല്ലേ സാറേ? കോടതി വഴി വല്ല പണി നോക്കിയാൽ? കോടതി മുഖേന പോയ കാലതാമസം എടുക്കും. തന്നെയുമല്ല, വേണമെങ്കിൽ ആ സമയം കൊണ്ട് സെക്കൻഡ് പാർട്ടിക്ക് പ്രോപ്പർട്ടി കൈവശപ്പെടുത്താനും കഴിയും. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. ശരി. ഹലോ സർ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആളിവിടെ എത്തിയിരുന്നു. വിശദമായ ഒരു അന്വേഷണം നടത്തി തിരിച്ചു പോയിട്ടുണ്ട്. താങ്ക് യു സർ. മോൾ ആർക്കാ ഫോൺ? അങ്കിള് നേരത്തെ തന്നെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു കഴിഞ്ഞു. മേനോൻ സാറിനെ ചതിച്ച് ജയിലിലാക്കിയതിനോട് ലക്ഷ്മിക്ക് തീർത്താ തീരാത്ത വൈരാഗ്യം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അതൊരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. நீ கொலை பண்ணிருக்க. உன்னை நான் அரெஸ்ட் பண்ண போறேன். എന്തൊരു വിധിയാണെന്ന് ഓർക്കണേ. അച്ഛൻ വിദേശ ജയിലില്, മോള് സ്വദേശ ജയിലില്. ரெண்டு வாட்டி நீ தப்பிச்சிட்ட. இந்த வாட்டி என்கிட்ட இருந்து தப்பிக்க முடியுமா? என்னடி என்னடி முறைக்கிற? இந்த வாட்டி உன்னை காப்பாத்த கடவுளால கூட முடியாது. பிடிச்சு மாட்டா. போங்க போங்க. கேட்க மாட்டீங்க. സാറേ, ഞാൻ ഇവിടത്തെ തട്ടുകട യൂണിയന്റെ പ്രസിഡന്റാണ്. ആലപ്പുറയാണെങ്കിലും ഒരാവശ്യം വരുമ്പോ ഞങ്ങൾ കാക്കയുടെ കൂട്ടം ഒത്തുകൂടും. ചേച്ചീനെ ഞാൻ കൊണ്ടുപോയാണ്. നീ പോടേ. ചേച്ചിയെ നോക്കണ്ട, ഇടിവണ്ടിയുടെ താക്കോൽ എന്റെ കയ്യിലാണ്. തട്ടുകട യൂണിയൻ, തട്ടുകട യൂണിയൻ, തട്ടുകട യൂണിയൻ. പോലീസ് അറസ്റ്റ് ചെയ്ത ഈ പെൺകുട്ടിയെ പോലീസിന്റെ കയ്യിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന് DGPയുടെ മുന്നിൽ നിന്ന് ന്യായം പറയുക. നിനക്ക് എവിടെ നിന്ന് കിട്ടിയാണ് ഈ തന്റെ ഇടം? ഇത് തന്റെ ഇടമൊന്നല്ല സാറേ, വിശ്വാസമാണ്. സാറിനോടല്ല എന്റെ വിശ്വാസം. നിന്നോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ട്, സ്നേഹമുണ്ട്, വാത്സല്യമുണ്ട്. പക്ഷേ അതിന് നീ വില പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. സാറിന്റെ ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ ഒരു സഹായവും സാർ എനിക്ക് ചെയ്യണ്ട. സാറ് DGP ആണെന്നാ ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് വിചാരിച്ചൊന്നും അല്ലല്ലോ അന്ന് അങ്ങനെ ചെയ്തത്. പെരുമാറ്റ ദൂഷ്യത്തിന് 10-15 പ്രാവശ്യം പണിഷ്മെന്റ് മേടിച്ച ആ അറുമുഖന്റെ കയ്യിൽ നിന്ന് നിരപരാധ ഈ പെൺകുട്ടിയെ രക്ഷിച്ചത് തെറ്റാണെങ്കിൽ സാറിനെ പോലീസിനെ വിളിച്ച് എന്നെ ലോക്കപ്പെട്ട് ഇടിച്ചോ കൊന്നോ. നിനക്കറിയില്ല ഈ പോലീസ് വകുപ്പ് നിയമമൊന്നും. പോലീസിന്റെ അന്വേഷണം മുഴുവൻ ഇപ്പൊ നിങ്ങളുടെ പിന്നാലെയാണ്. ഇനി എത്രയും പെട്ടെന്ന് യഥാർത്ഥ കൊലയാളിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. വൈകുന്തോറും ആ കൊലയാളിക്ക് രക്ഷപ്പെടാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. അങ്ങനെ വന്നാൽ
ഈ കുട്ടിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരിക്കലും നിനക്ക് കഴിഞ്ഞെന്ന് വരില്ല. സാറേ, ഇതിന്റെ പിന്നിലുള്ളവരെ കുറിച്ച് സാറിനോട് മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ? സത്യം നമുക്കല്ലേ അറിയൂ. ആ സത്യം വ്യക്തമായ തെളിവോടും കൂടി പോലീസിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്താലാ? എങ്ങനെ? സാറേ, പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലെങ്കിലും എന്റെ കുഞ്ഞു കുരുട്ട് ബുദ്ധി തോന്നുന്ന ഒരു കാര്യം ഞാൻ സാറിനോട് പറയട്ടെ. സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ തള്ളിക്കാം. ആ, എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. എന്താ സാർ എല്ലാവരും ഒരുമിച്ച് വിളിച്ചു വരുത്തിയത്? കൊല്ലപ്പെട്ട ഗാവൻ ജോസഫ് നിങ്ങളുടെ ഹോട്ടലിൽ താമസിച്ചിരുന്ന ആളായിരുന്നതിനാലും പ്രതി ലക്ഷ്മി മേനോൻ ഹോട്ടൽ ഉടമയുടെ മകളായതുകൊണ്ടുമാണ് ഞാൻ നിങ്ങളൊക്കെ വിളിപ്പിച്ചത്. നിങ്ങൾക്കൊക്കെ സന്തോഷം തരുന്നൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ലക്ഷ്മി നിരപരാധിയാണ്. ആ കൊല ചെയ്തത് മറ്റൊരാളാണ്. പോലീസ് പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിനോദ് സർ. പ്രതിയെ കൊണ്ടുവരൂ. യെസ് സർ. ഇവനാണ് ഗാവൻ ജോസഫിനെ കൊലപ്പെടുത്തിയത്. ലക്ഷ്മിയോടുള്ള മുൻവൈരാഗ്യം മൂലം അവളിൽ കുറ്റം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ് ഈ കൊലപാതകം. പറയടാ, നീ എങ്ങനെയാ കൃത്യം നടത്തിയത്? പറയാൻ. ആദ്യം കള്ളത്താക്കോലിട്ട് ഫ്ലാറ്റ് തുറന്നു. പിന്നെ ഈ നിൽക്കുന്ന രവീന്ദ്രൻ സാറാണെന്ന് പറഞ്ഞ് ഞാൻ ഗാവനെ ഫോൺ ചെയ്ത് വരുത്തി. പിന്നെ വടിവാൾ കൊണ്ട് ഒറ്റ കുത്തുകുത്തി. ഭാഗ്യത്തിന് ആള് ക്ലോസ് ആയി. എന്റെ നല്ല കാലത്തിനൊന്നും മോങ്ങയും കൂടെ ചെയ്തില്ല. പക്ഷേ ഇവന്റെ ജാതകത്തിൽ ശുക്രൻ ഉദിച്ചു നിൽക്കുക. ഇന്റർപോൾ $3 ലക്ഷം തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ ക്രിമിനലാണ് കൊല്ലപ്പെട്ട ഗാവൻ ജോസഫ്. ആ തുക ഇനി ഇവന് ലഭിക്കും. അപ്പൊ ശിക്ഷയില്ലേ? ഇല്ല, കാശ് കിട്ടും. എന്ത് നോക്കിക്കാണ്? എല്ലാം തുറന്നു പറ സാറേ, ഇല്ലെങ്കിൽ തെങ്ങും ചാരി നമ്മ പെണ്ണ് കൊണ്ടുപോകും. $3 ലക്ഷം എന്ന് പറഞ്ഞാൽ 5 കോടി രൂപയോളം വരും. ഒന്ന് പറ സാറേ. മക്കളെ നിങ്ങളെങ്കിലും ഒന്ന് പറ. വടി വിഴുകിയ പോലെ നിൽക്കാണ്. വെറുതെ കാശുകളെ വട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും. ഞാൻ പറയാം സാറേ. പറയൂ. ഗാവനെ കൊന്നത് ഇയാളല്ല, ഈ നിൽക്കുന്ന രാജൻ സാറാണ്. അല്ലല്ല, ഞാനാണ് കാശ് കിട്ടുമെന്ന് പറഞ്ഞ ഈ പന്നി കള്ളം പറയാണ്. അല്ല അല്ല അല്ല, ഈ നിൽക്കുന്ന രാജൻ സാറാണ്. ഉണ്ട് 100 രൂപ. ഓക്കെ, ഈ നിൽക്കുന്ന രാജൻ സാറാണെന്ന് ഞാൻ തെളിയിക്കാം. മിനിഞ്ഞാന്ന് ഗാവൻ ജോസഫിനെ വേറൊരു കാര്യം പറഞ്ഞ് ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചത് ഈ നിൽക്കുന്ന രവി സാറാണ്. ഞാനാണ് ഗാവൻ സാറിനെ കൂട്ടിക്കൊണ്ടുവന്നത്. ഫ്ലാറ്റിലെത്തിയ ഗാവൻ സാറിനെ പുറകിൽ നിന്ന് ഒറ്റ കുത്തിരി ഫ്ലാറ്റ് ആക്കിയത് ഈ നിൽക്കുന്ന രാജൻ സാറാണ്. ആദ്യത്തെ കൊലയായതുകൊണ്ട് അപ്പ തന്നെ ചത്തു. പരിചയക്കുറവാ. ഓ, പുണ്യം ചെയ്തൊരു അച്ഛൻ. ഷെയറുകാരനും കേട്ടോ. എന്റെ സ്ഥാനത്ത് വേറൊരുത്താണെങ്കിലേ കൊല ഏറ്റെടുത്ത് കാശ് കൊണ്ടുപോയനെ. സാറേ, ഇത് വിശ്വസിക്കരുത്. ഞാനാണ് കൊല ചെയ്തത്. നിന്റെ തെളിവുണ്ടാ? തന്റെ തെളിവുണ്ടാ? ഉണ്ട്. എന്നാ പറ. കൊല ചെയ്യാൻ ഉപയോഗിച്ച വടിവാള് രാജ് പാലസിൽ ശ്രീധരൻ സാറിന്റെ ബെഡിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. അന്ന് എന്നോട് കളയാൻ പറഞ്ഞിട്ട് കളയാതിരുന്ന ഉപകാരമായില്ലേ? ഇങ്ങി വന്നേ കോടീശ്വര, ഇങ്ങി വന്നേ. 4 കാശുണ്ടാക്കുന്ന സമയത്താണ് ഈ മസിൽ പിടിക്കുന്നത്. മരണ വെപ്രാളത്തിൽ ഗാവൻ സാറ് മാന്തി പൊളിച്ച പാടുകളാണിത്. പുള്ളി നഖം വെട്ടാറില്ല. ഇനി ഈ ജുറാസി പാർക്ക് അങ്ങ് സൈഡാക്കിയേ. ഇനി ഇതൊന്നും പോരെങ്കിൽ ഇതിനേക്കാളൊക്കെ വലിയൊരു ദിക്സാക്ഷി നിങ്ങളുടെ മുമ്പിലില്ലേ? അതാരാണ്? ഈ ഞാൻ തന്നെ, രാമൻ കർത്ത ഫ്രം വെടിവെച്ചാൻ കോവിൽ. സാക്ഷിക്ക് പ്രോത്സാഹന സമ്മാനം ഉണ്ടോ? ഉണ്ട്. കോടതി വിധിയിൽ തനിക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. പിന്നെ ഈ കൊലയ്ക്ക് വേണ്ട എല്ലാ സഹായവും നൽകി ഈ കൊച്ചു കൊലപാതകം വൻ വിജയമാക്കി തീർത്ത ഒരാളുണ്ട്. കാക്കിക്കുള്ളിലെ കൊലാകാരൻ. സാർ ഈ മുഖ്യധാരയിലേക്ക് വരും. ഇദ്ദേഹമാണ് ആ കൊലപാതകത്തിന്റെ ബ്രെയിൻ. കണ്ടെത്താവുന്നില്ല. നമ്മൾ വന്ന വഴി മറക്കരുത്. അതാ പുള്ളിയും കൂടി ചേർത്ത്. സാറേ, എന്തെങ്കിലും കൊടുക്കണേ പുള്ള കുട്ടിക്ക്? കൊടുക്കാം. എല്ലാത്തിനും പിടിച്ച് അകത്തുള്ളൂ. എന്താ സാറേ ഇതൊക്കെ? എടോ, കുറ്റം തെളിയിക്കാൻ പോലീസ് ഒരുപാട് മാർഗങ്ങൾ ഉപയോഗിക്കും. താങ്ക് യു മിസ്റ്റർ കുഞ്ഞുമോൻ. ഇത് കുഞ്ഞുമോന്റെ ഒരു കുഞ്ഞു ബുദ്ധിയാണ്. നിങ്ങൾ അതിൽ വീണു, അല്ലെങ്കിൽ ഈ മണ്ടൻ നിങ്ങളെ വീഴിച്ചു. തെളിവ് സഹിതം പിടിയിലാകുകയും ചെയ്തു. ഞാൻ അബദ്ധമൊന്നും പറഞ്ഞില്ല. എല്ലാത്തിനും പിടിച്ചോണ്ട് പോടും. കൂട്ടുപ്രതികൾക്ക് ജാമ്യം കിട്ടാത്ത വകുപ്പൊന്നും അല്ല കൊലക്കുറ്റം. എന്റെ ഒരു മോനെ നിനക്ക് തൊടാൻ പറ്റുള്ളൂ. പക്ഷെ 2 എണ്ണം മിനിമം എന്റെ കൂടെ തന്നെയുണ്ട്. അതിന് കളി തീർന്നിട്ടില്ലല്ലോ എന്റെ ഉണ്ണിത്താനെ. ടൈം കിടക്കുകയല്ലേ. അതിനുള്ളിൽ ഇവരെയും കൂടെ ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ജയിലിനുള്ളിൽ ആക്കിത്തരാം. തൽക്കാലം താൻ ഇവരെയും കൊണ്ട് പോ.